മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. വിപണി കൺസോളിഡേറ്റ് ചെയ്യുന്ന കാഴ്ച കണ്ടു. പ്രത്യേകിച്ചും നിഫ്റ്റിയെ സംബന്ധിച്ച് ക്രൂഷ്യൽ സപ്പോർട്ട് നിർണായക നിലവാരമായ 8100 മുകളിലെത്തി. സെൻസെക്സിനെ സംബന്ധിച്ച് 27,000 മുകളിലുമാണ് അവസാനിച്ചത്. കഴിഞ്ഞ ആഴ്ച കുറച്ച് ചെറിയ ഇടിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം ചാഞ്ചാട്ടങ്ങളും എല്ലാം കണ്ടു. ഇനി വിപണിക്ക് എന്താണ്? നമുക്ക് ഹെഡ് എക്സിക്യൂട്ടീവ് CEO എൻ ഭുവനേന്ദ്രനോട് ചോദിക്കാം. ശ്രീ ഭുവനേന്ദ്രൻ, മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ ആണെന്ന കാര്യത്തിൽ തർക്കമില്ല. സ്ഥിരത ആർജിച്ചു കഴിഞ്ഞു, ശക്തമായ നിലയിൽ തന്നെ തുടരുന്നു. ഇനി ഇതിന്റെ ഒരു അപ്സൈഡ് ക്യാപ്ഡ് ആണോ? അത് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സ്റ്റീം ഇല്ലാതെ നിൽക്കുന്ന പോലെ തോന്നുന്നു. കറക്റ്റാണ്. കാരണം വലിയൊരു സ്റ്റീമില്ല. മാർക്കറ്റിൽ എന്തെങ്കിലും മേജറായിട്ടുള്ള ഒരു എക്കണോമിക് ന്യൂസ് ആവശ്യമാണ്. ഓൾറെഡി വന്ന ന്യൂസുകളൊക്കെ തന്നെ മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തു കഴിഞ്ഞു. അടുത്തൊരു മാർക്കറ്റ് 8160 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ പോയിന്റ് ആണ്. ടെക്നിക്കലി 8160 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അനദർ 150 പോയിന്റ്സിന്റെ റൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. 8300 ലെവലിലേക്ക് മൂവ് ചെയ്യാം. അതിന് കുറച്ച് അനുകൂലമായ കുറച്ച് ഡാറ്റകൾ ആവശ്യമാണ്. ഡൗൺ സൈഡ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 7950, 8000 to 7950 എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഒരു മൈനർ സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നു. ഒരു വൈഡ് റേഞ്ച് മൂവ്മെന്റ്. അപ്പർ സൈഡ് 8300ഉം ഡൗൺ സൈഡ് 7850 അല്ലെങ്കിൽ 800 എന്ന് പറയുന്ന ഒരു ലെവലിൽ മാർക്കറ്റ് മൂവ് ചെയ്യാനാണ് സാധ്യത. 8160 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ ടെക്നിക്കൽ റെസിസ്റ്റൻസ് ആണ്. അതുപോലെ 7950 എന്ന് പറയുന്നത് ഒരു നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് ഈ ഒരു ലെവൽ മൂവ് ചെയ്യാനാണ് സാധ്യത. മേജർ ഒരു ട്രിഗർ ഒന്നും തന്നെ ഇല്ല. അതാണ് മാർക്കറ്റ് ലാസ്റ്റ് 2 വീക്സ് ആയിട്ട് മാർക്കറ്റ് ഈ ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് പോകാനുള്ള ഒരു പ്രധാന റീസൺ മേജർ ആയിട്ടുള്ള ട്രിഗർ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ടാണ്. വിപണിയെ സംബന്ധിച്ച് തികച്ചും അനുഗ്രഹീതമാകുന്ന ഒത്തിരി ഘടകങ്ങൾ പെട്ടെന്ന് ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ ഒരു ഭാഗ്യമായിരിക്കാം, ധനമന്ത്രിയുടെയും ഭാഗ്യമായിരിക്കാം. കാരണം നമ്മുടെ ധനക്കമ്മി വലിയ രീതിയിൽ കുറയ്ക്കാൻ സഹായിക്കുന്ന രീതിയിൽ ഏറ്റവും അധികം ഇമ്പോർട്ട് ചെയ്യുന്ന ക്രൂഡിന്റെ വില ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മളെപ്പോഴും ഈ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ എപ്പോഴും പറയാറുള്ള കാര്യമാണ് സ്വർണത്തിന്റെ വില. അതും വലിയ രീതിയിൽ, സ്വർണവും ക്രൂഡും സഹോദരങ്ങളാണല്ലോ, എപ്പോഴും രണ്ടും ഒരുമിച്ച് നീങ്ങത്തുള്ളൂ. സ്വർണത്തിന്റെ വിലയിലും വലിയ ഇടിവ് ആഗോളതലത്തിൽ വന്നിരിക്കുന്നു. ഒപ്പം ക്രൂഡിന്റെ വിലയിലും ഇടിവ് വന്നിരിക്കുന്നു. ബ്രെന്റ് ക്രൂഡ് $100 മുകളിലാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. അത് $100 താഴേക്ക് വന്നിരിക്കുന്നു. $115 നിന്നും ഒരു മാസം കൊണ്ട് $100 താഴേക്ക് വന്നിരിക്കുന്നു. ഇനിയും ഇടിയും എന്ന് പറയുന്നു. അങ്ങനെ വന്നാൽ HPCL, BPCL, IOC ഇത്തരം കമ്പനികൾ, എണ്ണ കമ്പനികളെ സംബന്ധിച്ച് അവരുടെ സബ്സിഡി ബേർഡൻ എന്നേക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്ത ഒരു കൊല്ലത്തേക്കെങ്കിലും തീരും. വലിയ സപ്ലൈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഡിസ്ട്രിബ്യൂഷൻ എല്ലാ തരത്തിലും ഒരു കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരും. അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഈ ഓഹരികൾ എങ്ങനെ സമീപിക്കും? ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. കാരണം ഓൾറെഡി കുറേ ഹെഡ്ജ് ചെയ്തിരിക്കുന്ന ലോസ് വരാം. എന്നാലും ഇനി ഫ്യൂച്ചർ കമ്മിങ് 1 ഇയർ എന്ന് പറയുന്നത് ഈ കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് തന്നെയാണ്. 80% ക്രൂഡ് ഓയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കുറയാനുള്ളതും ഇൻഫ്ലേഷൻ കുറയാനുള്ള ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഈ ക്രൂഡ് ഓയിൽ പ്രൈസിന്റെ ഡ്രോപ്പ് കൊണ്ടുണ്ടാവും. പക്ഷേ ഇനിയും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ വീണ്ടും ക്രൂഡ് ഓയിൽ പ്രൈസ് താഴേക്ക് വരാനുള്ള സാധ്യത തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗോൾഡ്, ആളുകൾക്ക് ഗോൾഡിനോടുള്ള താല്പര്യം ലാസ്റ്റ് ഒരു 3 years ആയിട്ട് ഗോൾഡ് റിട്ടേൺ നൽകുന്നില്ല. അത് ഒരു പരിധിവരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ഗോൾഡിനോടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആംഗിളിൽ ഗോൾഡിനോടുള്ള താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട്. അതൊരു ഭാഗത്ത് അതിൻ്റെ ഒരു ഡിമാൻഡ് കുറയുന്നുണ്ട്. അത് ഗ്ലോബലി തന്നെ കുറയുന്നു. അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മൾ ഇന്ത്യയിലും കാണുന്നുണ്ട്. ഇന്ത്യയാണ് കൂടുതലായിട്ടും ഇത് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ആ ഇന്ത്യയിലും അതിനോടുള്ള താല്പര്യക്കുറവ് നിക്ഷേപകരുടെ ഇടയിൽ വന്നു. അത് ഗോൾഡ് പ്രൈസ് താഴാനുള്ള ഒരു റീസണായി. അതുപോലെ തന്നെയാണ് ക്രൂഡ് ഓയിൽ പ്രൈസ് താഴെ വരും. ഇത് രണ്ടും ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് തന്നെയാണ്. അതുപോലെ ഇക്വിറ്റിയിലേക്ക് ഒരു ഡൈവേർഷൻ ഷിഫ്റ്റ് വരുന്നത്, ഇത് രണ്ടും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് തന്നെയാണ്. സനൽ പറഞ്ഞതുപോലെ മോഡിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ചില അനുഗ്രഹങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം എല്ലാ സിറ്റുവേഷനും അദ്ദേഹത്തിന് അനുകൂലമായി വരുന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരു പോസിറ്റീവ് തന്നെയാണ്. മറ്റൊന്ന്, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ചില ഫാർമ കമ്പനികളിൽ ഇത്രയും നാൾ ഒരു കൺസോളിഡേറ്റ് ചെയ്ത് നിന്ന ഒരു സ്ലോ മൂവറായി നിന്ന ഓഹരിയാണ് സിപ്ല. അവരുടെ ആസ്മയ്ക്കുള്ള ഇൻഹേലർ അത് സക്സസ്ഫുൾ ആയിട്ട് അതിന്റെ ലോഞ്ച്, അതുപോലെ തന്നെ ധാരാളം വാർത്തകൾ വന്നു. സിപ്ല തുടർച്ചയായി കയറുന്നു. നമ്മുടെ ഭാരത് ഫോർജിന്റെ തന്നെ ഉടമയായ ബാബായൻ കല്യാണിയുടെ ഉടമസ്ഥതയിലുള്ള ഹൈക്കൽ, അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത കമ്പനി ഹൈക്കലിനെ സംബന്ധിച്ച് മറ്റ് രാജ്യത്തുള്ള കമ്പനികൾക്ക് വേണ്ടി ഫാർമ മരുന്ന് നിർമ്മാണം ഇവിടെ നിർമ്മിക്കുന്ന കമ്പനിയാണ്. ആ സ്റ്റോക്ക്, അതായത് ഇവിടെ നിന്ന് ധാരാളം ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുക. ഈ 2 സ്റ്റോക്കുകളിലും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം വെള്ളിയാഴ്ച ദിവസം കണ്ടു. പക്ഷെ നമ്മൾ എപ്പോഴും പറയാറുള്ള മുൻനിര ഓഹരിയായ സൺ ഫാർമ, അവരുടെ ഹോവിൻ എന്ന് പറയുന്ന പുതിയ ഏറ്റവും നിർണായകമായ പ്ലാന്റിൽ അമേരിക്കൻ ഫെഡറൽ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പരിശോധന നടത്തുന്നതിന്റെ പേരിൽ
അത് വലിയ രീതിയിൽ ഇടിഞ്ഞു. ഈ ഇടിവ് ഇവിടെ തീരുമോ സൺഫാർമയെ സംബന്ധിച്ച്? നോർമലി നമ്മൾ എല്ലാ ഫാർമ കമ്പനികളും ഇങ്ങനെ ഒരു പ്രശ്നം US FDA അവരുടെ പരിശോധന ഫേസ് ചെയ്യുന്നതാണ്. ഇതിന്റെ ഔട്ട്കം എന്താണ് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചൊരു കമന്റ് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ 880 നിന്നാണ് ഈ കറക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. 790 വരെ ലാസ്റ്റ് ഫ്രൈഡേ മൂവ് ചെയ്തിരുന്നു. ഇത് പ്രതികൂലമല്ല എങ്കിൽ ഈ കറണ്ട് ലെവലിൽ നിന്ന് സൺഫാർമയിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു മൂവ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ വീണ്ടും ഒരു 760 ലെവലിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷേ അതൊരു മേജർ ഒരു സപ്പോർട്ട് ലെവലാണ്. അതല്ലെങ്കിൽ അത് വാല്യൂ ബൈയിങ് ലെവലായിട്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് കൺസിഡർ ചെയ്യാം. ദെൻ സിപ്ലൈ ആണ്, ഒരു കൊമേഴ്ഷ്യൽ ടൈപ്പ് S&T ഫാർമയായിട്ട് വരുന്നു. അതുപോലെ അവർ ഇൻഹെയിലർ, ഇതൊക്കെ തന്നെ കുറേ നാളുകളായി ഒരു മൂവ് കുറഞ്ഞ സ്റ്റോക്കായിരുന്നു ഫാർമയിൽ സിപ്ല. എന്നാൽ റീസെൻ്റ് ആയിട്ട് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു അപ്പ് മൂവ് നമ്മൾ കാണുകയാണ്. അവർ ഇൻഹെയിലർ അതുപോലെ പുതിയ ടൈപ്പ് ഒക്കെ തന്നെ ഈ കമ്പനിയെ സംബന്ധിച്ച് അടുത്തൊരു ഫേസിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അടുത്ത ഡിപ്പ് മാർക്കറ്റിൽ സംഭവിക്കുകയാണ് ഈ സ്റ്റോക്ക് ദെൻ അക്യുമുലേറ്റ്. ദെൻ ഹൈക്കലാണ് ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. കൂടുതലായിട്ടും ഫാർമ പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്ടിങ്ങിലാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു അപ്പ് മൂവിലാണ്. വീണ്ടും ചെറിയ കറക്ഷൻ, ഓരോ ഡിപ്പും ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുന്ന ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ നന്നായി. അത് സൺഫാർമ, ഹൈക്കൽ അതുപോലെ സിപ്ല ഓരോ കറക്ഷൻ സംഭവിക്കുമ്പോഴും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുക. ഫാർമ അതുപോലെ ഓട്ടോമൊബൈൽ സെക്ടർ, സിമെന്റ് സെക്ടറൊക്കെ തന്നെ അടുത്തൊരു ജനറേഷൻ സ്റ്റോക്ക് എന്ന രീതിയിൽ ഇൻവെസ്റ്റേഴ്സിന് പരിഗണിക്കാവുന്നതാണ്. അതിന്റെ വാല്യുവേഷനാണ് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് അല്ല. മാർക്കറ്റ് ഞാൻ ലാസ്റ്റ് എപ്പിസോഡ് പറഞ്ഞു, ഡിസംബറിന് മുമ്പ് അല്ലെങ്കിൽ നവംബറിന് മുമ്പ് മാർക്കറ്റിൽ ഒരു കറക്ഷൻ ചിലപ്പോൾ സംഭവിക്കാം. ഒരു മേജർ സെൽ ഓഫ് വരികയാണെങ്കിൽ തന്നെ 7500 ലെവൽ വരെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. നെക്സ്റ്റ് മന്ത്, ഈ ഒരു കമ്മിങ് മന്ത് മാർക്കറ്റ് 7800 ലെവലിൽ ഒരു സെൽ ഓഫ് വരികയാണെങ്കിൽ തന്നെ ആ ഒരു ലെവൽ കൺസോളിഡേറ്റ് ചെയ്ത് വീണ്ടും ഒരു അപ്പർ സൈഡിലേക്ക് മൂവ് ചെയ്യാം. ദീപാവലിയോട് കൂടി മാർക്കറ്റ് ഒരു പുതിയ ഹൈയിലേക്ക് പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അത് ദീപാവലി ഒരു ടാർഗറ്റ് ചോദിക്കുന്നില്ല എങ്കിൽ പോലും ഒരു 8500 ലെവലിലേക്ക്, 8000 ഒരുപക്ഷെ നമ്മളെ സർപ്രൈസ് ചെയ്തുകൊണ്ട് 9000ലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെ, മാർക്കറ്റ് ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. എന്നാലും ഇപ്പോഴത്തെ ഫണ്ട് ഫ്ലോയുടെ കണക്കനുസരിച്ച് അതെ, ഇപ്പോഴത്തെ 2200 crore ഈ വീക്ക് പോലെ ഒരു 4 ദിവസം കൊണ്ട് തന്നെ ബൈങ് സൈഡിലാണ്. ഫ്ലോ കണ്ടിന്യൂ ചെയ്യുന്നു. കുറച്ച് എക്കണോമിക് ഡാറ്റ ബെറ്ററായി വരികയാണെങ്കിൽ 8400 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ് ദീപാവലിയോട് കൂടി. ആ ദീപാവലിക്ക് മുമ്പ് മാർക്കറ്റിൽ മൈനർ കറക്ഷൻസ് സംഭവിക്കാം. ഈ കറക്ഷൻസ് ഒക്കെ തന്നെ വളരെ നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ ദീപാവലി എന്ന് പറയുന്ന ഈ വർഷം എനിക്കൊന്ന് ഹാർവെസ്റ്റിനുള്ള ഒരു സമയമായിരിക്കാം ഇൻവെസ്റ്റ്മെന്റ് നടത്തിയവരെ സംബന്ധിച്ച്. അപ്പോൾ ദീപാവലിയോട് കൂടി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, ദെൻ ഒരു 1 മന്ത് കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ദീപാവലിക്ക് ശേഷം വീണ്ടും മാർക്കറ്റ് ചിലപ്പോൾ 7500ലേക്ക് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് വീണ്ടും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി. ഫോറിൻ ഫണ്ട് ഫ്ലോയുടെ അതൊരു നോർമൽ ഒരു ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് ഇപ്പോൾ പറയുന്നത് അങ്ങനെ തന്നെ വരാൻ അങ്ങനെയുള്ള സാധ്യത വളരെ കറക്റ്റാണ്. പക്ഷേ ഈ ബുള്ളിഷ് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ദിവസം ഇന്ത്യൻ മാർക്കറ്റുകൾ സാമാന്യം തരക്കേടില്ലാത്ത മുന്നേറ്റം നടത്തി പോകണമെങ്കിൽ ഏകദേശം 12,000 കോടി രൂപയാണ് വേണ്ടത്. അപ്പോൾ ഈ 12,000 കോടി രൂപയുടെ ഫണ്ട് ഫ്ലോ അത് നമ്മൾ കണക്ക് പരിശോധിക്കുമ്പോൾ അതിന്റെ ഗ്രാഫ് എടുക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് ഫണ്ട് ഫ്ലോ. അപ്പൊ അത് വെച്ച് പരിഗണിക്കുമ്പോൾ ഇപ്പോൾ പറയുന്ന ഈ കറക്ഷൻ ഇവരെല്ലാവരും ഈ വിദേശ ധനസ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഓരോ കറക്ഷനും അവരവസരമാക്കി അവരത് വാങ്ങിക്കൊണ്ട് പോകാനുള്ള സാധ്യത കൂടുതലില്ല. അതായത് തിരഞ്ഞെടുത്ത മികച്ച സ്റ്റോക്കുകളിൽ ഒരു വിലക്കയറ്റം വരാനുള്ള സാധ്യതയാണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് സനൽ പറഞ്ഞത് കറക്റ്റാണ്. നമ്മൾ ഈ റൈഡ് പരിശോധിച്ചാൽ 7,200 വരെ നിഫ്റ്റിയുടെ മൂവ്, ഞാൻ ഇൻഡിവിജ്വൽ സ്റ്റോക്ക് അല്ല, FIs ആണ് ഈ സ്റ്റോക്കിന് കൊണ്ടുവന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് സൈഡിലായിരുന്നു. അപ്പോൾ 6000 ലെവൽ മുതൽ ഈ 8150, 200 എന്ന് പറയുന്ന ലെവൽ വരെ മാർക്കറ്റിനെ മൂവ് ചെയ്യിച്ച് പ്യുവർലി FI തന്നെയാണ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ട് ഫ്ലോ തന്നെയാണ്. അപ്പോൾ വീണ്ടും മാർക്കറ്റ് 8400 ലെവലിലേക്ക് ഒരു മൂവ് ചെയ്യുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, കാരണം വൺ സൈഡ് മാർക്കറ്റിന് മൂവ് ചെയ്യാൻ സാധിക്കില്ല. കാരണം FIs ആണെങ്കിലും കണ്ടിന്യൂസ് മാർക്കറ്റിൽ പൈസ പമ്പ് ചെയ്യാൻ സാധിക്കില്ല. അത് ഒരു സ്വാഭാവികമായ ആരോഗ്യകരമായ കറക്ഷൻ തീർച്ചയായും വേണം. അങ്ങനെ മാർക്കറ്റ് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഒരു സെൽ ഓഫ് പോലെ വരില്ല. അല്ല, ഒരിക്കലും വലിയൊരു ഹ്യൂജ് സെൽ ഓഫിനുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിറ്റുവേഷൻ ഇല്ല. ഈ ഗ്ലോബലി എന്തെങ്കിലും മോശം സിറ്റുവേഷൻ വരും, അല്ലെ ഇന്ത്യൻ ഇക്കണോമിയിൽ എന്തെങ്കിലും സിറ്റുവേഷൻ മോശമായി വന്നെങ്കിൽ മാത്രമേ അതിനുള്ളൊരു സാഹചര്യമേ ഉള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാർക്കറ്റ് ഓരോ ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയാണ്. അങ്ങനെ കൂടുതൽ ഫ്ലോ ഇന്ത്യയിലേക്ക് വരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ അനുകൂലമായ വളരെയധികം ഘടകങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും തരക്കേടില്ലാത്ത ലാഭം കിട്ടുമ്പോൾ പ്രോഫിറ്റ് എടുക്കുക, വീണ്ടും വെയിറ്റ് ചെയ്യുക, താഴുമ്പോൾ വീണ്ടും വാങ്ങുക. എന്താണെന്ന് വെച്ചാൽ ഈ 7500 ഞാൻ പറയാനുള്ള റീസൺ, ചിലപ്പോൾ മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് പാനിക് ആവും. അപ്പോൾ അവരുടെ കയ്യിലുള്ള സ്റ്റോക്ക് പോലും ചിലപ്പോൾ കാരണം 7500ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താൽ
അവിടെ ന്യൂസുകൾ മുഴുവൻ വളരെ നെഗറ്റീവ് ആയിരിക്കും. ആ നെഗറ്റീവ് ന്യൂസിൽ നിന്നായിരിക്കും മാർക്കറ്റ് വളരെ ഷാർപ്പായിട്ട് റിക്കവറി സംഭവിക്കുന്നത്. ഇപ്പോൾ 8400 മാർക്കറ്റ് മൂവ് ചെയ്ത സനൽ നോക്കിക്കോളൂ, എല്ലാ മീഡിയയും വളരെയധികം ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യും, ബുള്ളിഷ് ആവും. ഈ സമയത്തായിരിക്കാം ചിലപ്പോൾ, കാരണം അങ്ങനെ ഒരു സ്ട്രെങ്ത് വന്നെങ്കിൽ മാത്രമേ ഈ FISന്റെ ഒരു ഓഫ് ലോഡിങ്ങിനെ മാർക്കറ്റിന് താങ്ങാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കാം പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നത്. അത് ഇൻവെസ്റ്റേഴ്സ് വളരെ കെയർഫുൾ ആയിട്ട് നിൽക്കണം. അതുപോലെ 7500 വരുമ്പോൾ നമ്മൾ ബൈങ് സൈഡിൽ നിൽക്കില്ല. റീസൺ എന്താ വെച്ചാൽ എല്ലാ ന്യൂസും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴേ പറയുന്നത് 7500 മാർക്കറ്റ് മൂവ് ചെയ്താൽ 7800 മുതൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. വ്യക്തമാണ്. കാരണം ഇറങ്ങുമ്പോൾ വാങ്ങുക, ലാഭം എടുക്കുക, അല്പം ഉയരുമ്പോൾ ലാഭം എടുക്കുക, വീണ്ടും ക്ഷമയോടെ അല്പം കാത്തിരിക്കുക. കാരണം ഈ ബുള്ളിഷ് മാർക്കറ്റിൽ ഒരു ക്ഷമ ശരിക്കും വേണം, ഇല്ലെങ്കിൽ പെട്ടെന്നൊന്നും മാർക്കറ്റ് ഇടിഞ്ഞു കിട്ടത്തില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച കാണുന്നത്. എന്തായാലും തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് അരുൺ പൈയുടെ ചോദ്യത്തിലേക്ക് കിടക്കാം. അദ്ദേഹം ഷാലിമാർ പെയിൻസ് നമ്മൾ 2 ആഴ്ച മുമ്പ് ചർച്ച ചെയ്തിരുന്നു. അത് ഭുവനേന്ദ്രൻ വാങ്ങുക, ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു. അത് നല്ല ലാഭം കിട്ടി, സന്തോഷം. സെസ സ്റ്റെർലൈറ്റ് ഉണ്ട്, അത് അതിനെക്കുറിച്ച് ചോദിക്കും. പിന്നെ ധാരാളം ഓഹരികൾ, ലൈഫ് സയൻസസ് ഫാർമ കമ്പനികളൊക്കെയാണ്. അമൃതാഞ്ജൻ ഹെൽത്ത്, അരവിന്ദ് റെമഡീസ്, RPG ലൈഫ് സയൻസസ്, ജൂബിലൻ ലൈഫ്, ഭാരത് ഗ്യാസ്, മുഞ്ചാൽ ഓട്ടോ, മുഞ്ചാൽ ഷോവ, ഓറിയൻ സിമെന്റ്, ADF ഫുഡ്സ്. ഇത് മറ്റേ അഗ്രോടെക് ഫുഡ് അല്ല എന്ന് തോന്നുന്നു അല്ലേ? ഇന്ത്യൻ കമ്പനി, കാൻഡ് ഫുഡ്. ഇതിൽ ഇപ്പോൾ അമൃതാഞ്ജൻ ഒരു ആയുർവേദിക്, അത് അലോപ്പതി, ഇതിലൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ക്യാപ്സൂൾ, ബാം, ഇതിലൊക്കെയാണ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ കുറച്ചൊരു ഹയർ വാല്യൂ ആണ്. ഒരു 175 ലെവലിലേക്ക് വരികയാണെങ്കിൽ മാത്രമേ ഒരു ഫെയർ വാല്യൂ 180 ബിലോ 200 ആ ഒരു ഫെയർ വാല്യൂ ആണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. പക്ഷേ ഇപ്പോഴത്തെ വാല്യുവേഷൻ കുറച്ചൊരു ഹയർ വാല്യൂലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. 251, 214 ആണ് ഇമ്മീഡിയറ്റ് 2 സപ്പോർട്ട് ലെവൽ. അതൊരു ടെക്നിക്കൽ സപ്പോർട്ടാണ്. ഒരു വാല്യൂ ബൈയിങ് ലെവൽ എന്ന് പറയുന്നത് ബിലോ 200 ലെവൽ വരികയാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കുക. ദെൻ അരവിന്ദ് റെമഡീസും സെയിം സെക്ടർ തന്നെയാണ്. ഫണ്ടമെന്റൽസ് ഓക്കെയാണ്. വാല്യുവേഷൻ, ഇപ്പോഴത്തെ വാല്യുവേഷൻ ഒരു സേഫർ വാല്യൂ ആണ്. 56 ലെവലിലേക്ക് സ്റ്റോക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ദെൻ 48, 2 ലെവൽ സപ്പോർട്ട് ലെവലാണ്. 70 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇതിൽ അരവിന്ദ് റെമഡീസും അമൃതാഞ്ജൻ 2 സ്റ്റോക്കും ഫണ്ടമെന്റലി സൗണ്ടാണ്. അമൃതാഞ്ജൻ വാല്യുവേഷൻ കുറച്ച് ഹയർ വാല്യൂയിലാണ്. അരവിന്ദ് റെമഡി ഫെയർ വാല്യൂയിലാണ് മൂവ് ചെയ്യുന്നത്. അടുത്ത കറക്ഷനോടുകൂടി എൻട്രി അഡ്വൈസബിൾ ആണ്. ദെൻ RPG ലൈഫ് സയൻസ് സെയിം സെക്ടർ തന്നെയാണ്. ഫാർമയിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് ആ സ്റ്റോക്ക് തൽക്കാലം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ജൂബിലൻ ലൈഫാണ്, ഒരു ഹ്യൂജ് ഡെറ്റ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ കമ്പനി തൽക്കാലം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ലോസിലാണ്, അതുകൊണ്ട് കുറച്ച് കെയർഫുൾ ആകുക. ദെൻ ഭാരത് ഗിയേഴ്സ് ആണ്, ഒരു മേജർ ഗിയർ മാനുഫാക്ചറിങ് കമ്പനിയാണ്. അടുത്തൊരു കറക്ഷണലി സ്റ്റോക്കിൽ എൻട്രി അഡ്വൈസബിൾ ആണ്. 77 ആണ് ഇമ്മീഡിയറ്റ് വരാൻ സപ്പോർട്ട്. ദെൻ 67. ദെൻ ഓറിയൻ സിമെന്റ് സെക്ടർ ഒരു പോസിറ്റീവ് സെക്ടറാണ്. അതിൽ ഓറിയന്റ് വേണമോ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ. എന്നാലും ഇപ്പോഴത്തെ വാല്യുവേഷൻ ഓക്കെയാണ്. 113.96 ബിലോ 100 വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഓറിയൻ സിമെന്റ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. കുറേയധികം സ്റ്റോക്കുകൾ, ഫണ്ടമെന്റലി സൗണ്ടായ എത്രയോ സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. അതിലേക്ക് ഫോക്കസ് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അശോക് ലൈലാൻഡ് എനിക്ക് തോന്നുന്നു അടുത്തൊരു റൈഡിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. 38 ലെവലിലേക്ക്, 3840 ലെവലിലേക്ക് അശോക് ലൈലാൻഡൊക്കെ വരികയാണെങ്കിൽ ഒരു ലോവർ വാല്യൂ എന്നുള്ളൊരു സ്റ്റോക്ക് എന്ന രീതിയിൽ ഇൻവെസ്റ്റ്മെന്റിന് അഡ്വൈസബിൾ ആണ്. അതുപോലെ തന്നെ അമൃതാഞ്ജൻ, അരവിന്ദ് റെമഡീസ്, ഇതിൽ അങ്ങനെ കുറച്ച് സ്റ്റോക്കുകൾ മാത്രം സെലക്റ്റീവായിട്ടുള്ള ഒരു ബൈയിങ് ആയിരിക്കും അഡ്വൈസബിൾ. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഈ സെപ്റ്റംബർ അവസാനത്തോടു കൂടി, സാധാരണഗതിയിൽ എല്ലാ വർഷവും സെപ്റ്റംബർ ഒരു FII ഫണ്ട് ഫ്ലോ സെപ്റ്റംബർ 3rd വീക്കിൽ ശക്തമായി വരാറുണ്ടെന്നാണ് ഡാറ്റകൾ പലതും കാണിക്കുന്നത്. ഒപ്പം നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഈ പെൻഷൻ ഫണ്ടുകൾക്ക് അനുമതി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ അദ്ദേഹം നരേന്ദ്രമോദി അത് റിവ്യൂ ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. ഇതിനെല്ലാം പുറമെ ഐസിംഗ് ഓൺ ദ കേക്ക് എന്ന തരത്തിൽ ഒരുപക്ഷെ അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും സ്റ്റാൻഡേർഡ് ആൻഡ് പൂറിൻ്റെ റേറ്റിംഗ് ഒരു സ്റ്റേബിൾ എന്നുള്ള, ഇപ്പോൾ ഏറ്റവും ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡിംഗിൽ ഏറ്റവും മോശമായിട്ടുള്ള റേറ്റിംഗ് ആണ് ഇന്ത്യൻ സോവറിൻ ക്രെഡിറ്റ് റേറ്റിംഗ് നമുക്ക് തന്നിരിക്കുന്നത്. വളരെ മോശമാണ്. അവിടെ നിന്നും ഒരു പ്ലസ് വന്നാൽ അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സ് ഒരുപക്ഷെ അത് ഈ ദിവസങ്ങളിൽ തന്നെ സംഭവിച്ചേക്കാം. അങ്ങനെ വന്നാൽ നിഫ്റ്റി ഒരു 7500 അങ്ങനെയൊക്കെ പോകാനുള്ള സാധ്യതയില്ലേ? അല്ല, 7500 റേറ്റിംഗ് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം
എക്കണോമിക് സിറ്റുവേഷനിൽ വലിയ ചേഞ്ചസ് സംഭവിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ റേറ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് അതാണല്ലോ അവർ കൺസിഡർ ചെയ്യുന്നത്. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണെങ്കിലും ഇൻഫ്ലേഷൻ ആണെങ്കിലും അതിൽ പല കാര്യങ്ങൾ അവർ കൺസിഡർ ചെയ്യുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, പിന്നെ സ്റ്റെബിലിറ്റി ഉള്ള ഗവൺമെൻറ്, ഇതൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ റേറ്റിംഗ് ഏജൻസി റേറ്റിംഗ് ഇൻക്രീസ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. അത് മാർക്കറ്റിന് ഒരു പുതിയ എനർജി തന്നെ നൽകും. അല്ല, ടോട്ടൽ ഔട്ട്ലുക്ക് നമുക്കറിയാമല്ലോ. എല്ലാ മാക്രോ എക്കണോമിക് സിറ്റുവേഷനിലും ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉറ്റുനോക്കുന്നത് സ്റ്റാൻഡേർഡ് പോറിന്റെ ആ റേറ്റിംഗോട് കൂടി മാർക്കറ്റ് പുതിയ ലെവലിലേക്ക് പോകാം. ഏത് സമയത്ത് വേണമെങ്കിലും വരാം. അത് വരുന്നതോടുകൂടി മാർക്കറ്റിന്റെ അടുത്തൊരു എനർജി അല്ലെങ്കിൽ അടുത്തൊരു ട്രിഗർ എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കാം. അപ്പോൾ അത് ചിലപ്പോൾ 8400 മാർക്കറ്റിനെ കൊണ്ടുപോകാനുള്ള ഒരു ട്രിഗർ ആകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചതാണ് ഈ ഗംഗയുടെ ക്ലീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയുടെ തന്നെ വാട്ടർ നീഡ്സ് ലോകമെമ്പാടും നല്ല ശുദ്ധജലത്തിന്റെ ഒരു അഭാവം വലിയ രീതിയിൽ വരും. 2030 ആകുമ്പോഴേക്കും ഇതിൽ വലിയ രീതിയിലുള്ള ഈ കാര്യത്തിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത 1-2 കമ്പനികളുണ്ട്. നമുക്ക് പഴയ ഓസോൺ അങ്ങനെയുള്ള ചില കമ്പനികളുണ്ട്. പക്ഷേ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു മൾട്ടിനാഷണൽ കമ്പനി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, താങ്കൾക്കറിയാം, വിയടെക് ബൊബാക്. അപ്പോൾ ഗംഗ പദ്ധതി അടക്കമുള്ള ഇപ്പോൾ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയൊക്കെ അത് വലിയ രീതിയിൽ ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് ഒരു വലിയൊരു വ്യവസായത്തിന്റെ ഭാഗമായി മാറുകയാണ്. അപ്പോൾ ഈ വിയടെക് ബൊബാക് ഒരു റാലി സൈലന്റ് ആയിട്ട് സൈഡിൽ കൂടി നടക്കുന്നുണ്ട്. പണ്ട് നമ്മൾ വെന്റ്, അതുപോലെ തന്നെ വാപ്കോ തുടങ്ങിയ ഓട്ടോ ആൻസിലറി കമ്പനികളുടെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ ഇതിനെ കുറിച്ച് എന്താണ് പറയാം? അല്ല, ഇത് ഈ ഗംഗ എന്ന് പറയുന്ന വലിയ പ്രൊജക്ട് തന്നെയാണ്. അപ്പം അതിൽ ഇൻവോൾവ് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിലും ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിലും, കാരണം ടോട്ടൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന റൈഡ്, അതോടൊപ്പം ഇവർക്ക് കിട്ടുന്ന പുതിയ ഓർഡേഴ്സ്, ഇത് ഹ്യൂജ് പ്രോജക്റ്റാണ്, ഒരു ചെറിയ പ്രോജക്റ്റ് അല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കമ്പനികളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് അവരുടെ ഫ്യൂച്ചർ വളരെ സേഫ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. വാട്ടറിൻ്റെ അഭാവം ഇന്ത്യ വളരെയധികം ഫേസ് ചെയ്യുന്നതാണ്. പിന്നെ ഗംഗയുടെ ക്ലീനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് തിങ്, ഒരു ചെറിയ പ്രോസസ്സ് അല്ല. അപ്പോൾ അതിനൊക്കെ ഓർഡേഴ്സ് എന്ന് പറയുന്നതും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് വളരെയധികം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അടുത്ത ലെവലിലേക്ക് ഈ സ്റ്റോക്കൊക്കെ അക്യുമുലേറ്റ് ചെയ്യാന്നുള്ള സ്ട്രാറ്റജി തന്നെ ആയിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ ഫണ്ടമെന്റലി ഒന്ന് സൗണ്ടാണ്. രണ്ടാമത് പുതിയ ഓർഡർ വരാനുള്ള സാധ്യത, ലോകത്തുനിന്ന് എല്ലാ കമ്പനികളും ഈ പ്രോസസ്സിൽ പങ്കെടുക്കുമെന്ന് പറയുന്നത് വരുന്നുണ്ട്. അപ്പോൾ ഈ കമ്പനിയെ സംബന്ധിച്ച് അത്രയും വലിയ ടെക്നോളജി ഉള്ള കമ്പനി ആയതുകൊണ്ട് തന്നെ അതിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് തീർച്ചയായിട്ടും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് കേരള കമ്പനികൾ അവസാനമായി വണ്ടർല ഉണ്ട്, വിഗാർഡ് ഉണ്ട്, ഫെഡറൽ ബാങ്ക് ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ട്. എന്താ ഒറ്റ നോട്ടത്തിൽ സ്റ്റേ ഇൻവെസ്റ്റഡ് ആണ്. ഫെഡറൽ ബാങ്ക് എനിക്കൊന്ന് ഒരു റെസിസ്റ്റൻസിലേക്ക് 128 ലെവലിൽ അങ്ങനെ കടന്ന് മൂവ് ചെയ്യാനുള്ള ഒരു വിഷമം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെയാണെങ്കിലും ഇപ്പോൾ വിഗാർഡ് ആണെങ്കിലും വണ്ടർല ആണെങ്കിലും വലിയൊരു റൈഡ് സംഭവിച്ചു. അതിൻ്റെ ഒരു കൺസോൾട്ടേഷൻ, അതല്ലെങ്കിൽ ചെറിയൊരു മൈനർ കറക്ഷൻ. സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജിയാണ്. ഓരോ ഡിപ്പും ഇൻവെസ്റ്റ്മെന്റിന് അഡ്വൈസബിൾ ആണ് ഈ 3 സ്റ്റോക്കും. നന്ദി ശ്രീ ഭുവനേന്ദ്രൻ. അപ്പോൾ ഇന്നത്തെ ഒരു തീം എടുത്തു പറയേണ്ടത് മുൻപ് സൂചിപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന ഒരു ആശയമാണ് നരേന്ദ്രമോദി എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ വരുമ്പോൾ ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്ന, ഇന്ത്യക്ക് എക്സ്പോർട്ടിന് ത്രസ്റ്റ് കിട്ടുമ്പോൾ, അതിന് കൂടുതൽ ഊന്നൽ ലഭിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾക്ക് വലിയ രീതിയിൽ ഫോറക്സ് ഏണിങ്സ് നേടാനാകും, വിദേശ നാണ്യം നേടാനാവും. അത് വലിയ രീതിയിലുള്ള ഒരു കുതിപ്പിന് സഹായകരമാവുമെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കമ്പനികൾ, പ്രത്യേകിച്ചും ഇന്ന് ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത ഹൈക്കൽ അല്ലെങ്കിൽ ഭാരത് ഫോർജ്, സിമന്റ് കമ്പനികൾ, ഭുവനേന്ദ്രൻ സൂചിപ്പിച്ച സിമന്റ് കമ്പനികൾ, ഇവരെല്ലാവരും എക്സ്പോർട്ടിന് പോകുന്ന കമ്പനികളാണ്. അപ്പോൾ ഇത്തരം എക്സ്പോർട്ട് ചെയ്യുന്ന IT കമ്പനികൾ, ടെക്സ്റ്റൈൽസ്, ചില ടെക്സ്റ്റൈൽ കമ്പനികൾ, ഓട്ടോമൊബൈൽ, ഓട്ടോ ആൻസിലറീസ്, ഇത്തരം കമ്പനികൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഇത്തരം കമ്പനികളിൽ മികച്ചവ തിരഞ്ഞെടുത്ത് നിക്ഷേപിച്ചാൽ ഒരുപക്ഷെ പരമ്പരാഗതമായ ശൈലിയിൽ 20% ലാഭമാണ് ഓഹരി വിപണിയിൽ പരമ്പരാഗതമായി പലരും കൽപ്പിക്കപ്പെടുന്നത്. അതിനും ഒക്കെ ഏറെ മുകളിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇന്നത്തെ മാർക്കറ്റ് വാച്ചിന്റെ തീം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് investment@asianetnews.in മെയിൽ ചെയ്യാം. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.